നടുവിൽ മഠം മൂപ്പിൽ സ്വാമിയാർ തിരുമനസ് വിട പറഞ്ഞിരിക്കുന്നു. 2021 വരെ ഏകദേശം 2 പതിറ്റാണ്ടോളം ശ്രീ പത്മനാഭന് പുഷ്പാഞ്ജലി സേവ ചെയ്തിരുന്ന മറവഞ്ചേരി തെക്കേടത്ത് നീലകണ്ഠ ഭാരതി സ്വാമികൾ ഇന്നലെ സമാധിയിലേക്ക് ലയിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വരാൻ കാരണഭൂതനായ വില്ലമംഗലം സ്വാമിയാരുടെ പിൻതലമുറയിൽ ഇന്നലെ വരെ മൂപ്പിൽ സ്വാമിയാർ പദവി അലങ്കരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ ശങ്കരാചാര്യരുടെ ശിഷ്യനായ സുരേശ്വരാചാര്യ സ്വാമിയാൽ നിർമ്മിതമായതാണ് തൃശൂരിൽ വടക്കുന്നാഥന്റെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന നടുവിൽ മഠം. ആ സുരേശ്വരാചാര്യരുടെ ശിഷ്യനാണ് വില്ലമംഗലം സ്വാമിയാരും. തൃശൂരിൽ വടക്കുന്നാഥന്റെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന നടുവിൽ മഠത്തിന്റെയും തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മിത്രാനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറേ മഠത്തിന്റെയും കണ്ണൂരിൽ തൃച്ചംബരത്തെ തെക്കേ മഠത്തിന്റെയും മഠാധിപതിയായും പാരമ്പര്യ ട്രസ്റ്റിയായും പ്രവർത്തിച്ചു വരികയായിരുന്നു മൂപ്പിൽ സ്വാമിയാർ എന്ന് വിശേഷിപ്പിക്കുന്ന മറവഞ്ചേരി നീലകണ്ഠ ഭാരതികൾ. 1935 സെപ്റ്റംബർ 14 മറവഞ്ചേരിയിലെ തെക്കേടത്ത് ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെയും നീലി അന്തർജനത്തിന്റെയും പുത്രനായി ജനനം. വേദാന്തത്തിലും പുരാണ ഇതിഹാസങ്ങളിലും ജ്യോതിഷ ശാസ്ത്രത്തിലും മഹാപണ്ഡിതനായിരുന്നു. കവിതാരചനയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. മാത്രമല്ല ധാരാളം ശ്ലോകങ്ങളും മുക്തകങ്ങളും എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. പൂർവാശ്രമത്തിൽ RSS സ്വയം സേവകനായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസവും അനുഷ്ഠിച്ചതായി പറയപ്പെടുന്നു. 2001 ജൂലൈ 1 അദ്ദേഹം നടുവിൽ മഠത്തിലെ മേപ്പോയിലത്ത് അഷ്ടമൂർത്തി ഭാരതി സ്വാമിയാരിൽ നിന്ന് സന്യാസം സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരായി അവരോധിക്കപ്പെട്ടു. നിലവിൽ കഴിഞ്ഞ 4 വർഷമായി ശ്രീ പത്മനാഭന്റെ പുഷ്പാഞ്ജലി സ്വാമിയാർ പദം അലങ്കരിക്കുന്ന ഉറവങ്കര അച്യുതഭാരതി സ്വാമിയാരും 2025 ജൂലൈ 7 നടുവിൽ മഠത്തിലെ ഇളമുറ സ്വാമിയാരായി അവരോധിക്കപ്പെട്ട മാടശ്ശേരി പാർത്ഥസാരഥി സ്വാമിയാരും മറവഞ്ചേരി നീലകണ്ഠ ഭാരതി സ്വാമികളുടെ ശിഷ്യന്മാരാണ്. സുപ്രീം കോടതിയുടെ നിയന്ത്രണത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആയിരുന്ന കാലത്ത് ബി നിലവറ തുറക്കുന്നതിനെതിരെ അമിക്കസ് കൂറി ഗോപാൽ സുബ്രഹ്മണ്യത്തിന് മൂപ്പിൽ സ്വാമിയാർ നൽകിയ കത്ത് പത്രമാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്ന ഒന്നായിരുന്നു. സനാതനധർമ്മ വിശ്വാസത്തെ മുറുകെ പിടിച്ച് നല്ല ആരോഗ്യത്തോടെയും അനാരോഗ്യത്തോടെയും ജപമന്ത്രങ്ങളാൽ നാടിനും ജനങ്ങൾക്കും വേണ്ടി പോരാടിയ സന്യാസിവര്യന് പ്രണാമം.